സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണൻ രാധികയും റൂമിൽ കിടക്കാൻ നേരം പ്രിയങ്ക റൂമിലേക്ക് വന്ന് വരുണൻ രാധികയെ ശല്യപ്പെടുത്തുന്നതാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയുടെ പെരുമാറ്റമൊക്കെ കാണുന്നതും കൺട്രോൾ പോയി നിൽക്കുവാണ് വരുൺ. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ACP സാറ് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. അന്നേരം ശ്യാമ വരുണിൻ്റെ രാധികയുടെ കാര്യത്തെക്കുറിച്ചും അവരെ കൊല്ലാൻ നോക്കിയ ആളെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ഒരു പോലീസുകാരൻ അയാൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ശ്യാമയോട് ഷെയർ ചെയ്യുവാണ്. വരുണിൻ്റെ രാധികനെ ഫോളോ ചെയ്ത് വണ്ടി കണ്ടുപിടിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവനൊരു കള്ള നമ്പറാണ് അതിലൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവനെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആളെ കണ്ടുപിടിക്കാനുള്ള പോലീസുകാരുടെ ശ്രമവും എങ്ങെത്താത്ത കാരണം ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുക. ഏട്ടത്തി, അവൻ ഒരു പഠിച്ച കള്ളനാണെന്നാണ് തോന്നുന്നത്. എത്രയും വിദഗ്ധമായിട്ടാണ് അവൻ പോലീസുകാരുടെ പോലും കണ്ണിൽ പൊടിയിട്ട് പോയത്. ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ ശ്യാമ ടെൻഷൻ അടിക്കുന്നുണ്ടോ. അന്നേരം അമൃത ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്യാം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കാല്ലേ. നട്ടെല്ലാം നിവർത്തി എന്ത് നേരിടാൻ ധൈര്യമുള്ളൊരുത്തൻ രാധികയ്ക്ക് കൂട്ട് രാധികയുടെ കഴുത്തിൽ താലി കെട്ടി രാധികയെ ചേർത്ത് പിടിച്ച് നിർത്തുന്നില്ലേ. പിന്നെന്തിനാണ് ശ്യാമ ഇങ്ങനെ ഭയപ്പെടുന്നത്? അന്നേരം ശ്യാമ വരണേ, എന്താണെങ്കിലും ശരി എൻ്റെ മുഴുക്കിന് കരയാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ ടെൻഷനിൽ നിൽക്കുവാണ്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ഫോണിൽ സംസാരിക്കുന്നതാണ്. അന്നേരം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ, എടി, ഈ ലോകത്ത് ഒരു പെണ്ണ് വിചാരിച്ചാൽ തകർക്കാൻ പറ്റാത്ത ഒരു ബന്ധവുമില്ല. സാഹചര്യത്തിനനുസരിച്ച് നിൽക്കണമെന്ന് മാത്രം. നീ വിചാരിച്ച വരുണിൻ്റെ രാധികയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പറ്റും. എന്നിട്ട് ആ രാധികയെ എന്നേക്കുമായിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് പിഴുതെടുത്ത് നിനക്കവിടെ കയറിയിരിക്കുകയും ചെയ്യാം. അതിൻ്റെ വഴികൾ ഈ മുത്തശ്ശി പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നീ കണ്ടറിഞ്ഞ് ചെയ്യില്ലേ? ഞാൻ ചെയ്തോളാം മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക വരുണിൻ്റെ രാധികയുടെ മുറിയിൽ അങ്ങോട്ടേക്ക് പോകുവാണ്. ഈ സമയം അവർ പുറത്തേക്ക് പോകാൻ റെഡിയാക്കുവാണെന്ന് മനസ്സിലാക്കിയ പ്രിയങ്ക വേഗം തന്നെ ഓടിച്ചിട്ട് വരുണിൻ്റെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരിക്കുവാണ്. ഈ സമയം റെഡിയായി കഴിഞ്ഞ് കാർ എടുക്കാനായിട്ട് വരുന്ന വരുണിൻ രാധികം കാണുന്നത് കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന പ്രിയങ്കേനെയാണ്. അതുകൊണ്ട് വരുൺ അങ്ങ് ദേഷ്യം വരുവാണ്. വരുൺ പ്രിയങ്കയെ പിടിച്ച് വലിച്ച് പുറത്തേക്കിടാൻ ശ്രമിക്കുക. അന്നേരം രാധിക തടയണേ, വരുൺ തൽക്കാലം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അവളോട് ഇരിക്കട്ടെ, വെറുതെ വഴിക്കിന് പോകണ്ട. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം നമുക്ക് മറ്റു വണ്ടിയിൽ പോകാം. അങ്ങനെ പറഞ്ഞ് അവരവിടെ കിടക്കുന്ന വേറെ വണ്ടിയിലേക്ക് കയറുവാണ്. ഈ സമയം അത് കാണുന്ന പ്രിയങ്ക ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. രാധിക കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രാധികയുടെ കയ്യിലിങ്ങനെ പിടിച്ച് അവരുടെ ഒപ്പം കാറിൽ കയറാനായിട്ട് ഭാവിക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്